ഹലോ. അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മിക്സർ ആൻഡ് എലിഗേഷൻ്റെ 4th പാർട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മേ ബി ഒരു 5th പാർട്ടിലൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. മിക്സർ ആൻഡ് എലിഗേഷൻ കംപ്ലീറ്റ് ചെയ്യും. കുറച്ച് കൂടുതൽ എക്സ്റ്റെൻഡ് ആയിട്ട് വന്ന ഒരു 6th പാർട്ടിലോട്ടും കൂടെ പോകും. എനിക്ക് തോന്നുന്നു ഇനി ഒരു 10 ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. അപ്പോൾ 5th പാർട്ടിൽ തന്നെ നമുക്ക് തീർക്കാൻ നോക്കാം. അതിനുശേഷം ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, 1 to 5th. അത് നിങ്ങൾ റിവൈസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്സർ ആൻഡ് എലിഗേഷൻ കുറേ പേർക്കുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുമ്പോൾ മനസ്സിലാവുന്നു, പരീക്ഷ വരുമ്പോൾ മറന്നു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ ഓരോ തവണയും മനസ്സിലാക്കി ഒരു 7 ടൈമെങ്കിലും ഇത് ഫുള്ള് റിവൈസ് ചെയ്യണം. ഈ 5 ചാപ്റ്ററും കൂടെ ഒരു 7 ടൈമെങ്കിലും റിവൈസ് ചെയ്ത് പരീക്ഷ എത്തുന്നവരെ നിങ്ങൾ കറക്റ്റായിട്ട് മോക്സ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ അത് നിങ്ങൾക്ക് നന്നായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ നന്നായിട്ട് തെറ്റിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങളത് പഠിച്ച് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് പരീക്ഷയിൽ ഉണ്ടാവും. പിന്നെ പറയാനുള്ളത്, ഈ 4th അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഏറ്റവും അവസാനം ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങളൊരു എക്സ്ട്രാ കെയർ കൊടുക്കണം. അത് കൂടുതൽ വളരെ പതുക്കെ മനസ്സിലാക്കി, ഒരു സാധാരണ ചെയ്യുന്നതിന് ഒരുപാട് പ്രാവശ്യം റിവൈസ് ചെയ്യണം. സാധാരണ എല്ലാ ക്വസ്റ്റ്യനും മിക്സർ ആൻഡ് എലിഗേഷനിൽ 4 പ്രാവശ്യം റിവൈസ് ചെയ്യുമെങ്കിൽ ഇതൊരു 16 പ്രാവശ്യം റിവൈസ് ചെയ്തേക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഇച്ചിരി പാടുള്ള കോൺസെപ്റ്റ് ആയിരിക്കും. ചിലപ്പോൾ അറിയുന്ന ആൾക്കാർക്ക് സുഖമായിരിക്കും. ഞാൻ വളരെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുമാത്രമല്ല, അത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് സ്റ്റിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ എന്നോട് അറിയിക്കുക. ഞാൻ അത് മാത്രമായിട്ടൊരു വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്ത്, വളരെ സ്ലോ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ആൾക്കാർ ഷോർട്സ് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതുപോലെ തന്നെ നിങ്ങൾ ഈ ലെങ്തി ആയിട്ടുള്ള വീഡിയോസും കാണണം. അവിടെയാണ് നമ്മൾ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും വർക്കൗട്ട് ചെയ്യുന്നത്. ഇപ്പോൾ മിക്സർ ആൻഡ് എലിഗേഷനകത്ത് CGL, CHSL, പിന്നെ വേറെ ഒരുപാട് നമ്മൾ CRPF ഒക്കെ വരെ നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം നമ്മളെ കൊണ്ട് കിട്ടുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് പോയി കാണുക. എൻ്റെ റിക്വസ്റ്റ് ആണ്, നിങ്ങൾ വീണ്ടും 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 അത് പ്രാക്ടീസ് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. എന്നാലേ നമുക്ക് എഫക്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ പഠിക്കുന്ന കാര്യത്തിന്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.